കാരക്കൽ സ്റ്റേഷനെത്തിയിട്ട് അപ്പോൾ അത് ഇറങ്ങിയാണ് ഇവിടെ ചാടാം. തിരക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു കടൽപ്പാലം പോലൊരു സ്ഥലത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണേ. പിന്നെ അതെ നാഗൂർ സ്റ്റേഷനോട് ഇവിടെ പറയണ്ട. അപ്പോൾ അതെ ദർശവും ഗ്രീഷ്മയും ഞാനുണ്ട്, ഞങ്ങളുടെ എല്ലാ ഫാമിലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ പോണ്ടിച്ചേരിക്ക് ഒരു ട്രിപ്പ് പോവേണ്ട. അപ്പോൾ അതെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. രാത്രി 12 മണിക്കുണ്ട് ട്രെയിൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നിറച്ച ആൾക്കാരാണ്. നമ്മുടെ ട്രെയിനിൻ്റെ 12 മണി പറഞ്ഞ് 12:30 എത്തുള്ളൂ. ട്രെയിനും കാത്തത് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. ട്രെയിൻ എവിടെ വെച്ചപ്പോൾ ട്രെയിൻ എവിടെ? അവിടെ ട്രെയിൻ കിടക്കണ്ടോ? ദേ വേറെ ട്രെയിൻ, അവിടെ ട്രെയിൻ കണ്ടോ? ദച്ചപ്പൻ ട്രെയിൻ ഇഷ്ടമായോ? അപ്പോൾ അതെ ദച്ചപ്പൻ റെയിൽവേ സ്റ്റേഷനിലൂടെ മന്ദം മന്ദം നടക്കുകയാണ്. നമ്മുടെ പോണ്ടിച്ചേരി എക്സ്ട്രോന്റെ പോകുന്നത് നേരത്തെ കണ്ട പോലെ തൃശ്ശൂരിന്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഇവിടെ എൻട്രോ എടുക്കാൻ പറ്റിയ സമയം കിട്ടിയിരുന്നു. നല്ല കാറ്റ് എന്നുവെച്ചാൽ നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. പിന്നെ രാത്രി ആയതുകൊണ്ട് കിടന്നുറങ്ങി 1 മണിയായിട്ടാണ് ഉറങ്ങാനൊക്കെ. അതുകൊണ്ടാണ് ഇന്നത്തെ എത്താറായപ്പോൾ എടുത്തത്. നല്ല നല്ല സീനറി ആയിരുന്നു കേട്ടോ. പുറത്തൊക്കെ നല്ല പാടങ്ങൾ, പിന്നെ ചെറിയ ചെറിയ വീടുകൾ തമിഴ്നാട്ടിൽ കൂടി പോകുമ്പോൾ എന്നാലും അറിയാൻ പറ്റും. പിന്നെ അത് തരിശുഭൂമി പോലെ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ കിടക്കിട്ടാ. അതായത് ബീച്ച് സൈഡിൽ കൂടെ ഉണ്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആ പറമ്പിൻ്റെ അപ്പുറത്തെ ബീച്ചാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു കടൽപ്പാലം പോലൊരു സ്ഥലത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വഞ്ചി കണ്ടില്ലേ കടയിൽ കയറിക്കണം. അതെ ഞങ്ങളുടെ പോണ്ടിച്ചേരിക്കുള്ള യാത്രയിലുണ്ട. ഇടയ്ക്ക് വെച്ച് തിരുച്ചിറപ്പള്ളി എന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഇതേ വണ്ടി നിർത്തിയിട്ടുണ്ട്. 20 മിനിറ്റ് ഇതേ ഇവിടെ പിടിച്ചിടുമെന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞാനും ദച്ചപ്പൻ്റെ ചുമ്മാറങ്ങ് പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ്. ദച്ചപ്പന് ഹായ് ഓർത്ത്. ഹായ്. പോണ്ടിച്ചേരിയിലെ വിശേഷങ്ങളുടെ പതിയെ കാണാൻ ഡയറക്റ്റായിട്ട് പോണ്ടിച്ചേരിയിലല്ല, അമ്പലങ്ങൾ അല്ലേ, തീർത്ഥാടനം എന്ന് വേണമെങ്കിൽ കൂട്ടാം. ഞങ്ങൾ മാത്രമുള്ള ട്രെയിനിൽ ബാക്കി എല്ലാവരും വേളാങ്കണ്ണിയിൽ ഇറങ്ങിയിട്ടാണ്. നമ്മുടെ ഫാമിലിയും പിന്നെ വേറെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നല്ല കാറ്റിട്ടാണ്, രക്ഷയില്ല. ഉച്ചക്ക് 12 മണിയാവാറായി. ഏകദേശം 12:30 കൂടി എത്തുന്നതാണ് നേരത്തെ നോക്കിയപ്പോൾ കണ്ടത്. ഇപ്പോൾ ട്രെയിൻ കുറച്ചും കൂടി ടൈം കൂട്ടി കിട്ടിയിട്ടുണ്ട്. 11:30 എത്തുന്ന കണ്ടിട്ടുണ്ട്. എത്തിയിട്ട് വേണം റൂമൊക്കെ എടുക്കാൻ, കുളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ബ്രെഡും ജാമും പിന്നെ കുറച്ച് ചിപ്സൊക്കെ കഴിച്ചു. അല്ലാണ്ട് ഹെവി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. ബീച്ച് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിനൊക്കെ കണ്ടില്ലേ, നല്ല വെള്ള മണലാണ്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ ചെടികളാണ് കേട്ടോ. തമിഴ്നാട് ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ കാണാൻ കഴിയും. ട്രെയിനിൻ്റെ 2 സൈഡൊക്കെ ഇതുപോലത്തെ ചെടികളാണ്. ചെടിയല്ല അതിൻ്റെ അപ്പുറത്തെ തടല്
കടലിനോട് ഒന്നിക്കണ കായലാണ്. ആൾക്കാരൊക്കെ ഇന്നത്തെ വീടുകളൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. ഒരു പള്ളി ദൂരത്തെ കടല് കാണാൻ കഴിയും. നമ്മുടെ അവിടെ ക്ലൈമറ്റ് പോലെയല്ല, ഇവിടെ നല്ല വെയിലുണ്ടോ. നമ്മുടെ അവിടെ നല്ല മഴക്കാലൊക്കെ നല്ല വെയിലൊക്കെയാണ് ഉള്ളത്. ദൂരത്തെ വീടുകൾ കാണാട്ടോ. മേഘങ്ങളുണ്ടല്ലേ നല്ല ഭംഗിയില്, അടിപൊളി മേഘങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ സ്റ്റേഷൻ എത്താറായി കണ്ടില്ല, അതില്ല എല്ലാവരും ഇറങ്ങിപ്പോയിട്ടാണ്. നമ്മ മാത്രമുള്ള സ്റ്റേഷനിൽ അതെ കാരിക്കലെത്തി. ഇതേ ഗ്രീഷ്മ ഇറങ്ങിയാണ്. അവരൊക്കെ ഇറങ്ങിയിട്ട് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും പതിയെ പതിയെ അവരുടെ പിന്നാലെ പോകാട്ടോ. നല്ല ബസ്സൊന്നും അധികമില്ല കേട്ടോ. അപ്പം എല്ലാവരും ഷെയർ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോകണം നമ്മൾ?